بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദീനയിൽ വെച്ച് സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് യഹൂദന്മാർക്കിടയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും എല്ലാം അനന്തരഗാമിത്വം ഉണ്ടായിരുന്ന യഹൂദർ പിൽക്കാലത്ത് ആ പ്രവാചകന്മാരോ വേദഗ്രന്ഥങ്ങളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൂപ്പുകുത്തിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ അവയെ തിരുത്തുന്നതും നിഷേധിക്കുന്നതും അവയൊന്നും തന്നെ യഥാർത്ഥത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട ആചാരങ്ങളോ നിലപാടുകളോ അല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തത് സീറയിൽ നമ്മൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പല വചനങ്ങളിലും യഹൂദന്മാർക്കിടയിലുണ്ടായിരുന്ന ഈ അന്ധവിശ്വാസങ്ങൾ സഹാബിമാർ അറിയാൻ ഇടവരികയും സ്വാഭാവികമായും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമായും എല്ലാം മുമ്പ് ബന്ധമുണ്ടായിരുന്ന ഒരു സമൂഹം എന്ന നിലക്ക് ഈ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ വസ്തുതയുണ്ടോ എന്ന് പ്രവാചകനോട് അവർ വന്ന് ചോദിക്കുകയും ആ ചോദ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയും ചെയ്ത പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ അന്ധവിശ്വാസങ്ങളിൽ പല അന്ധവിശ്വാസങ്ങളും ലൈംഗികതയുമായി ബന്ധപ്പെട്ട സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട സ്ത്രീ ശരീരത്തിന്റെ ജൈവികമായ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളായിരുന്നു എന്ന കാര്യവും ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഖുർആനിൽ വയസ്അലൂനക അനിൽ മഹീൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന നമ്മൾ കേട്ട വചനം, ആ വചനം ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ആർത്തവം, നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ, പീരിയഡ് എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ജൈവിക പ്രക്രിയയെ പറ്റി പല മതസമൂഹങ്ങളിലും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നത് നമുക്കറിയാം. നമ്മളുടെ ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഇവിടുത്തെ സവർണ സനാതന പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. അവിടെ ചാതുർവർണ്ണ്യത്തിന്റെ അയിത്തം എന്ന് പറയുന്ന ആ പരികൽപ്പന ഈ ആർത്തവം എന്ന് പറയുന്ന ജൈവിക പ്രക്രിയയിലേക്ക് കൂടി പടരുന്നതും ആർത്തവമുള്ള പെണ്ണിനോട് പലതരത്തിലുള്ള അയിത്തങ്ങൾ പുലർത്തുന്നതും നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ ഈ വൈദിക പാരമ്പര്യത്തിൽ, ഇവിടെയുള്ള സവർണ പാരമ്പര്യത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ല. ആർത്തവമുള്ള സ്ത്രീകൾ, ആ സ്ത്രീകളെ വീട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാൻ ആ അയിത്തത്തിന്റെ പ്രകടനം എന്ന നിലക്ക് ആർത്തവ കുടിലുകൾ, മാറ്റക്കുടിലുകൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കുടിലുകളിലേക്ക് അവർക്ക് മാറി താമസിക്കേണ്ടി വന്നിരുന്ന, സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്ന എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ആർത്തവ കുടിലുകൾ അല്ലെങ്കിൽ മാറ്റക്കുടിലുകൾ പല സ്ഥലത്തും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അവർക്ക് വീട്ടിനുള്ളിൽ പ്രത്യേകമായൊരു മുറി കൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ കട്ടിലിൽ കടക്കാൻ അനുവദിക്കാത്ത, എല്ലാവരും കഴിക്കുന്ന പാത്രങ്ങളിൽ നിന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാത്ത, ഈ അർത്ഥത്തിൽ ആ സമയത്തെ ആർത്തവ ദിനങ്ങളിൽ സ്ത്രീയെ ഈ രൂപത്തിലുള്ള ഒരു അയിത്തം ആ സ്ത്രീയോട് വെച്ചു പുലർത്തുന്ന സംസ്കാരം നമ്മൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഇതേപോലെയുള്ള ഈ സംസ്കാരം ഇവിടെയുള്ള ഹൈന്ദവ ധർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന പല പ്രദേശങ്ങളിലും, ഇന്ത്യക്ക് പുറത്തു പോലും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ
മദീനയിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അയിത്തം എന്ന് പറയുന്ന ഒരു പരികൽപ്പന, ആ പരികൽപ്പന തീർച്ചയായും വളരെ ഹൈന്ദവമായ ഒരു പരികൽപ്പനയാണ്. ആ പരികൽപ്പന യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആർത്തവവുമായി ബന്ധപ്പെട്ട് ഇതിനോട് സമാനത പുലർത്തുന്ന, അതിന്റെ ദർശനം വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇതിനോട് സമാനത പുലർത്തുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മദീനയിലെ യഹൂദന്മാർക്കിടയിലും നിലനിന്നിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, യഹൂദന്മാർ സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്ത് ആ സ്ത്രീകളുമായി കൂടിക്കലരില്ല, അവരെ തൊടില്ല, അവരുടെ അടുത്തിരിക്കുകയില്ല, അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയില്ല, അവരുടെ കൂടെ ഒരുമിച്ച് വെള്ളം കുടിക്കുകയില്ല, അവരെ എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് സഹാബിമാർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്താണ് ഇങ്ങനെയൊരു വചനം പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ നിന്നോട് ആർത്തവത്തെ പറ്റി ചോദിക്കുന്നു. ആർത്തവം എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. അത് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അത് തീർച്ചയായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ, നമ്മൾക്കറിയാലോ, നമ്മളുടെ ശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അത് ആ അർത്ഥത്തിലുള്ളൊരു പ്രയാസം അതിനുണ്ട്, അതുണ്ടാക്കുന്ന ഒരു വൃത്തികേടുണ്ട്, അത് അവർക്കുണ്ട് എന്നതുകൊണ്ട് ആ സമയത്ത് ലൈംഗിക ബന്ധം, നിങ്ങൾ അവരുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ആ സമയത്ത് മാറി നിൽക്കണം, അത് പ്രയാസകരമാണ്, അത് വൃത്തിയില്ലാത്തൊരവസ്ഥയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ കൽപ്പിക്കുകയാണ്. എന്നാൽ അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അധമത്വം അവരുടെ ശരീരത്തിന് ആ സമയത്ത് കൈവരുന്നില്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അയിത്തം അവരുടെ ശരീരത്തോട് നിങ്ങൾ ഒരിക്കലും വെച്ച് പുലർത്തരുത്. അത് സ്വാഭാവികമായി നമ്മളുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ശാരീരികമായി ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ വൃത്തിയാകുന്നു, നമ്മളുടെ ശരീരത്തിൽ അത് ഉണ്ടാകുന്ന സമയത്ത് ആരാധനാകർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ഒരു റിച്വൽ പ്യൂരിറ്റി ഉണ്ട്, ശരീരത്തിന് ആവശ്യമായ ഒരു പ്യൂരിറ്റി ഉണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൽ ആർത്തവമുള്ള സമയത്ത്, മെൻസ്ട്രുവൽ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ നമസ്കരിക്കരുത്, നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറയുന്നത് ഇതിന്റെ ഈ വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പരികൽപ്പനയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായി അവരെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരാധനാകർമ്മം അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ സമയത്ത് അവർ ആരാധനകൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്നൊരു നിയമം വെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. എന്നാൽ അതല്ലാതെ ഇന്ത്യയിലുള്ള ആർത്തവായിത്തം പോലെ അല്ലെങ്കിൽ യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ പരികൽപ്പന പോലെ സ്ത്രീകൾ ഈ സമയത്ത് സമ്പൂർണമായി മാറ്റി നിർത്തുക എന്ന് പറയുന്ന രീതി അതൊരിക്കലും ശരിയല്ല എന്ന അധ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ ഇവിടെ നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ഇത് ഹദീസുകളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, അവർ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ അവരുടെ കൂടെ വെള്ളം കുടിക്കാം, അവരുമായി എല്ലാ അർത്ഥത്തിലുള്ള സഹവർത്തനവും നിങ്ങൾക്കാകാം, അവരെ നിങ്ങൾക്ക് തൊടാം, അവരുടെ കൂടെ ജീവിക്കാം, നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ മുറിയിൽ തന്നെ, നിങ്ങളുടെ കട്ടിലിൽ തന്നെ അവരുണ്ടാകട്ടെ. എന്തിനാണ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്? ഒരു ആക്ച്വൽ ഇന്റർകോഴ്സ്, ആത്യന്തികമായി ലൈംഗിക ബന്ധം, ആ ലൈംഗിക ബന്ധം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് അവരുടെ ശാരീരികമായ വൃത്തിയും അതോടൊപ്പം അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസവും പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം പരിശോധിച്ചാൽ ഹദീസുകളിൽ കാണുന്നത് പോലെ തന്നെ വളരെ കൃത്യമായി ആർത്തവമുള്ളൊരു സ്ത്രീയെ ഒരു പുരുഷൻ തൊട്ടാൽ പോലും ആ ശാരീരികമായ അശുദ്ധി അയാളിലേക്ക് കൂടി പകരുന്നതും അയാൾ 7 ദിവസം പിന്നെ അശുദ്ധനായി തീരുന്നതും അടക്കമുള്ള വളരെ കർക്കശമായ ഈ തരത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഫോളോ ചെയ്തിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിരുന്നു. അവര് സഹാബിമാരോട് പറഞ്ഞു എന്നാണ്, നിങ്ങളുടെ പ്രവാചകൻ എല്ലാ വിഷയത്തിലും ഞങ്ങളോട് വ്യത്യസ്തത പുലർത്തുകയാണ്, ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പുലർത്തുന്നുണ്ടോ അതിനെയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയാണ് എന്ന് അവർ ഒരു പരിഭവം പോലെ പറഞ്ഞപ്പോൾ സഹാബിമാർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, നമ്മൾ ആ ലൈംഗിക ബന്ധത്തിനുള്ള വിലക്ക് കൂടി ഒഴിവാക്കിയാലോ, അതുകൂടി നമ്മൾ മറികടക്കണോ എന്ന അർത്ഥത്തിൽ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്.
ഇതൊന്നും ആരോടെങ്കിലും വ്യത്യസ്തത പുലർത്താം, ഇത്ര അളവിൽ വ്യത്യസ്തത പുലർത്താം എന്ന നിലക്ക് പ്രവാചകനോ സഹാബിമാരോ എടുക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. അതിൽ ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതില്ലാത്തത് എന്ന് വളരെ കൃത്യമായി വേർതിരിച്ച് വകതിരിച്ച് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മൂവ്മെന്റുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്കിടയിൽ ക്യാമ്പസുകളിലെല്ലാം ആർത്തവത്തോടുള്ള വളരെ പ്രതിലോമപരമായ റിയാക്ഷണറിയായ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരം ധാരണകളെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ റവല്യൂഷണറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് മൂവ്മെന്റുകൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മൂവ്മെന്റുകളെല്ലാം ഹൈന്ദവ യഹൂദ ദർശനങ്ങളിലെ സെമിറ്റിക് പാരമ്പര്യങ്ങളിലെ ഇതേപോലെയുള്ള നിലപാടുകളെ വിമർശന വിധേയമാക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമാണ് എന്ന വസ്തുത അവ വേണ്ട വിധത്തിൽ ഗൗനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹദീസുകളും തഫ്സീറുകളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മതം വളരെ വ്യത്യസ്തമായ ഒരു ആർത്തവ ദർശനം ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മദീനയിലെ യഹൂദർക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മറ്റൊരു തെറ്റിദ്ധാരണയുടെ അന്ധവിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ തൊട്ടടുത്ത വചനവും അവതരിപ്പിക്കപ്പെട്ടത്. നിസാഉകും ഹർസുൽ ലകും ഫഅതു ഹർസകും അന്നാ ശിഅ്തും وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. നിസാഉക്കും ഹർസുല്ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരംഭിക്കുന്ന ഈ ഖുർആൻ വചനം വളരെ പ്രസിദ്ധമാണ്. ഇന്നത്തെ പല ചർച്ചകളിലും എടുത്തുദ്ധരിക്കപ്പെടുന്ന ഒരു വചനമാണിത്. ഇത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഹദീസുകളിൽ കാണാം. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്, ഭാര്യാഭർത്തൃ ബന്ധത്തിന് പ്രത്യേകമായ ചില രീതികൾ സ്വീകരിച്ചാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണുണ്ടാകും, കണ്ണിന് അസുഖമുണ്ടാകും എന്നൊരു അന്ധവിശ്വാസം മദീനയിലെ യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് അവർ സാധാരണ നിലയിൽ ദാമ്പത്യ ബന്ധത്തിൽ പോകാറുണ്ടായിരുന്നില്ല. മദീനയിലെ യഹൂദന്മാരുമായുള്ള സമ്പർക്കം വഴി സഹാബിമാരിൽ ചിലർ ഇതിനെക്കുറിച്ച് അറിയാനിടയാകുന്നു. അവർ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നു, പ്രവാചകനോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ചില സഹാബിമാരൊക്കെ പ്രവാചകരെ, ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി, യഹൂദന്മാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നു, എനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ആകെ ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നതൊക്കെ നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതീർണമാകുന്നത്. അങ്ങനെയില്ല, നിങ്ങൾ ഒരു കർഷകനെയും കൃഷിയിടത്തെയും സങ്കല്പിക്കുക. അയാളുടെ കൃഷിയിടത്തിലേക്ക് ഏത് ഭാഗത്ത് നിന്ന്, ഏത് വശത്ത് നിന്ന്, ഏത് രീതിയിൽ അയാളുടെ കൃഷിയിടത്തിലേക്ക് വന്നാലും അവിടെയൊന്നും സംഭവിക്കാനില്ല. ഇവിടെ ഭാര്യയും ഭർത്താവും ഇണകളായി ജീവിക്കുമ്പോൾ അനുവദനീയമായ ലൈംഗിക ബന്ധത്തിന്റെ ഏത് രീതിയും അവർക്ക് സ്വീകരിക്കാം. അതുകൊണ്ടൊന്നും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ പ്രയാസമുണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. ഇതിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട്, സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട് ഒക്കെ മതത്തിന്റെ ആത്മീയതയുടെ പേരിൽ ലോകത്ത് നിലനിന്നിരുന്ന പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെ പരിശുദ്ധ ഇസ്ലാം നിരാകരിക്കുന്നതും അവിടെയൊക്കെ മനുഷ്യരുടെ ചുമലിൽ നിന്ന് അത്തരം അന്ധവിശ്വാസങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതും ലൈംഗികതയോട് വളരെ പോസിറ്റീവായ സൃഷ്ടിപരമായൊരു സമീപനം അള്ളാഹുവിന്റെ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. നമ്മൾക്കറിയാം, ലോകത്തുള്ള പല മതസമ്പ്രദായങ്ങളിലും സന്യാസം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. സന്യാസം ശക്തമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മതസമ്പ്രദായങ്ങളുണ്ട്. അത് നമ്മളുടെ ഭാരതീയമായ ഇവിടുത്തെ ഒരു ഹൈന്ദവമായ അന്തരീക്ഷത്തിൽ സന്യാസത്തെക്കുറിച്ച് നമുക്കറിയാം. ക്രൈസ്തവ പാരമ്പര്യത്തിൽ അസെറ്റിസിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. അവിടെ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും സന്തോഷങ്ങളുമെല്ലാം പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നമ്മൾ ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി,
വളരെ കഠിനമായ തപസ്സിൻ്റെയും സാധനകളുടെയും ഒക്കെ ഒരു ശൈലി. ക്രൈസ്തവ ലോകത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ശക്തമായ സന്യാസി മഠങ്ങളും സന്യാസി സമൂഹങ്ങളും ഒക്കെ വളരെ കൃത്യമായി നമ്മൾ അന്നത്തെ ഫിലസ്തീനിലും അന്നത്തെ സിറിയയിലും അന്നത്തെ ഇസ്തംബൂളിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ, കോൺസ്റ്റാന്റിനോപ്പിളിലും ഒക്കെ പരിശോധിച്ചാൽ വളരെ ശക്തമായ സന്യാസി നെറ്റ്വർക്കുകൾ ആ കാലത്ത് രൂപപ്പെട്ടു വന്നത് നമ്മൾക്ക് വളരെ ചരിത്രത്തിൽ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് ആത്മീയതയുടെ ഭാഗമായി, മതത്തിന്റെ ഭാഗമായി ലൈംഗികത പൂർണ്ണമായി ഉപേക്ഷിക്കണം, ലൈംഗികതയോട് പൂർണ്ണമായി തിരിഞ്ഞു നിൽക്കണം, പുരുഷനും സ്ത്രീയും ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ആത്മീയമായ ഏകാഗ്രതയ്ക്ക് തടസ്സമാണ് എന്നൊക്കെയുള്ള നിലപാടുകളാണ് അവർക്കുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ഇതിനെ ശക്തമായി നിരാകരിച്ചതും വിവാഹത്തെയും ഇണകൾ തമ്മിലുള്ള ലൈംഗികതയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചതും ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. സന്യാസത്തെ സമ്പൂർണമായി നിരാകരിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഭാര്യമാരോടൊത്ത് വളരെ സജീവമായി ആ രീതിയിൽ കുടുംബജീവിതം നയിച്ച വ്യക്തിത്വമായിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് അടർത്തി മാറ്റി ഒരിക്കലും നമ്മൾക്ക് അവതരിപ്പിക്കുവാൻ കഴിയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രികൾ ഭാര്യമാരോടൊത്താണ് ചെലവഴിച്ചിരുന്നത് എന്ന കാര്യവും ഇതൊക്കെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും സീറയിൽ നിന്നും വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ നോമ്പിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുക. നോമ്പ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മതങ്ങളിൽ ഇതേപോലെയുള്ള സമ്പൂർണമായ ഇഹലോകത്തിന്റെ തിരസ്കാരം നിർദ്ദേശിക്കപ്പെടുന്നു. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. നിങ്ങൾ ദുന്യാവിൽ ജീവിക്കണം, ദുന്യാവിന്റെ അലങ്കാരങ്ങളും ആസ്വാദനങ്ങളും ലൈംഗികതയടക്കം അത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ ആ ദുന്യാവിലേക്ക് അബ്സോർബ്ഡ് ആകുന്നതിന് പകരം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകത്താണ് എന്ന ബോധത്തോടുകൂടി ആ ബോധം നിങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ ആത്മീയമായ ഏകാഗ്രതയെ സജീവമാക്കുന്ന ചില സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരത്തിലുള്ള സമയങ്ങളിൽ ഒന്നാണ് റമദാൻ. നമ്മൾ ദുന്യാവിനെ സമ്പൂർണമായി തിരസ്കരിക്കുകയല്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർണിതമായൊരു സമയത്ത്, വർഷത്തിൽ ഒരു മാസം, അവിടെ നമ്മൾ ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നു, ലൈംഗികതയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നു, ഭാര്യയുമായുള്ള ശാരീരിക സംസർഗം ഒരു പ്രത്യേക സമയത്ത് ഉപേക്ഷിക്കുന്നു. അവിടെ ദുന്യാവിൽ നമ്മൾ ഈ കാണുന്ന അലങ്കാരങ്ങളൊന്നുമല്ല ആത്യന്തിക ജീവിതം എന്ന ഓർമ്മ നമ്മളിൽ സജീവമായി നിൽക്കാൻ വേണ്ടി ചില പ്രത്യേക സമയങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതല്ലാതെ ദുന്യാവിനെ സമ്പൂർണമായി തിരസ്കരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് റമദാനിൽ നോമ്പ് നോൽക്കാനുള്ള നിർദ്ദേശം കൊടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സഹാബിമാർക്കിടയിൽ തന്നെ ഉണ്ടായ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇത് സൂറത്തുൽ ബഖറയിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെ സഹാബിമാരിൽ പലരും വിചാരിച്ചിരുന്നത് റമദാനിൽ നോമ്പനുഷ്ഠിക്കണം, നോമ്പിന്റെ ഭാഗമായി ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അതിൽ റമദാനിന്റെ പകലും രാത്രിയും വ്യത്യാസമില്ല എന്ന തെറ്റിദ്ധാരണയുണ്ടായ സഹാബിമാരുണ്ടായിരുന്നു. സ്വാഭാവികമായും, കാരണം അത് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു റമദാൻ എന്ന് പറയുമ്പോൾ ആ റമദാൻ പൂർണ്ണമായി പകലും രാത്രിയുമെല്ലാം ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് പകലിന് മാത്രമുള്ളൊരു നിയമമല്ല എന്നവർ പലരും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇതിൽ ഇടപെട്ടുകൊണ്ട്, ഈ തെറ്റിദ്ധാരണയിൽ ഇടപെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى
حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് റമളാനിന്റെ രാത്രികളിൽ, നോമ്പിന്റെ രാത്രികളിൽ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയതാണ്. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. അവർ സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ് എന്ന മെറ്റഫർ, വളരെ വിഖ്യാതമായ മെറ്റഫർ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളെ പോലെയാണ്, അത്രയും അടുത്തിടപഴകി ജീവിക്കേണ്ടവരാണ്. നിങ്ങൾക്കിടയിലുള്ള ലൈംഗിക ബന്ധവും സംസർഗവുമെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതാണ്. അത് നോമ്പിന്റെ കാലമാണെങ്കിൽ പോലും രാത്രിയിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതില്ല. പകൽ സമയത്ത് മാത്രമേ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുള്ളൂ. രാത്രിയിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ അവിടെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് അറിയാത്തത് കൊണ്ട് ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ നോമ്പിന്റെ രാത്രികളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇത് തെറ്റാണ് എന്ന സംശയം അവർക്കുണ്ട്. എന്നിട്ട് പോലും ശരീരത്തെ പിടിച്ചു വെക്കാൻ കഴിയാതെ അവരത് ചെയ്തു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ആധി നിങ്ങൾക്ക് ആവശ്യമില്ല. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആശങ്ക ആവശ്യമില്ല. റമളാനിലെ പകലിൽ മാത്രമേ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുള്ളൂ. രാത്രിയിൽ നിങ്ങൾക്കതാകാം എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. എന്ത് തന്നെയായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ അവതരിപ്പിക്കപ്പെട്ട ഈ വചനങ്ങളും അതിൻ്റെ അവതരണ സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനോട്, മനുഷ്യൻ്റെ ശരീരത്തോട്, പെണ്ണിനോട്, പെണ്ണിൻ്റെ ജൈവികമായ പ്രക്രിയകളോട് ഒക്കെ വളരെ സൃഷ്ടിപരമായ സമീപനം ഇസ്ലാം സ്വീകരിക്കുന്നതും മറ്റു മതങ്ങളിൽ നിന്നും ആത്മീയ സമ്പ്രദായങ്ങളിൽ നിന്നുമൊക്കെ അത് വളരെ വ്യത്യസ്തമായി നിൽക്കുന്നതും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഇസ്ലാമിൻ്റെ ഈ പ്രകൃതിപരത, ഈ ആരോഗ്യകരമായ സമീപനം ഇസ്ലാമിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അത് അള്ളാഹുവിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മാർഗദർശനമാണ് എന്നതുകൊണ്ടാണ്. അതിൽ നമ്മൾക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇസ്ലാമിനെ കൂടുതൽ മനുഷ്യർക്ക് മുന്നിൽ തുറന്നു വെക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء